പൾസ് പോളിയോ പ്രതിരോധ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പൾസ് പോളിയോ ദിനാചരണ ഭാഗമായി ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള 87,281 കുട്ടികൾക്കാണ് ജൂലൈ 28-ന് പോളിയോ തുള്ളിമരുന്ന് നൽകിയത്. ഈ ദിവസം തുള്ളിമരുന്ന് സ്വീകരിക്കാൻ സാധിക്കാത്ത 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജൂൺ 29-30 ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ അവരവരുടെ വീടുകൾ സന്ദർശിച്ച് പോളിയോ തുള്ളിമരുന്ന് നൽകും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിച്ചു. വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായി ഈ പോളിയോ തുള്ളിമരുന്ന് നൽകുകയും മറ്റൊക്കെ ചെയ്യുന്നത്. എന്തായാലും ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യമുള്ള ഒരു തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ദേശീയ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാനത് വാങ്ങുന്നു. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ അധ്യക്ഷനായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ നഗരസഭാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ മുഹമ്മദ് മുറിയനാവി, വാർഡ് കൗൺസിലർ എം.എ. രേഷ്മ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം. മധുസൂദനൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ കെ. സന്തോഷ്, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ധന്യ ദയാനന്ദ്, കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബ് പ്രതിനിധി വിനോദ് കുമാർ, ഹെൽത്ത് ആൻഡ് AEFI നോഡൽ ഓഫീസർ ഡോക്ടർ ബേസിൽ വർഗീസ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് എം. ചന്ദ്രൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് CDPO CJ സായാന, ജില്ലാ MCH ഓഫീസർ സ്റ്റെല്ല ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MB ജീജ സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ നന്ദിയും പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസും ദേശീയ ആരോഗ്യ ദൗത്യവും IMA, IAP, റോട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാതല പൾസ് പോളിയോ പ്രതിരോധ ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രധാനമായും കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന സ്ഥിരമായ അംഗവൈകല്യത്തിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ നയിക്കുന്ന പോളിയോ മൈലീറ്റസ് അഥവാ പിള്ളവാതത്തെ പ്രതിരോധിക്കുവാനാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. പരിസര ശുചിത്വമില്ലായ്മയാണ് പോളിയോ ബാധയുടെ പ്രധാന കാരണം. ജില്ലയിലെ അംഗൻവാടികൾ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ എല്ലാ സ്ഥലത്തും പോളിയോ മരുന്ന് വിതരണത്തിനായി ബൂത്തുകൾ സജ്ജീകരിച്ചിരുന്നു. കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിനായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.